ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് പിന്നെയും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടതിനകത്ത് സിനിമാ നടന്മാരും പിന്നെന്താ രാഷ്ട്രീയ പ്രവർത്തകർ, പോലീസുകാർ, അങ്ങനെ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഫിലിം ഡയറക്ടേഴ്സ്, എല്ലാ തരം ആൾക്കാരും ഉണ്ട്. അവരിവിടെ വന്ന് ഫുഡ് കഴിച്ച് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതാണ് നിങ്ങൾ കാണുന്നത്. പാട്ട് അടിപൊളി ഹോട്ടലാണ് വിൽട്ടൺ എന്ന് പറയുന്ന വയനാട്. അപ്പം ഞങ്ങൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ട്, കാണാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആഗ്രഹിച്ച് എൻ്റെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അച്ഛൻ്റെ ആ ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3 വർഷം 2023 മുതൽ ഞാൻ കാണുകയാണ്. അപ്പോൾ അന്ന് മുതലുള്ള ആഗ്രഹമാണ് ഇവിടെ വരണമെന്ന്, അച്ഛനെ കാണണമെന്നും ഒക്കെ. അപ്പോൾ എല്ലാ ഫ്രൈഡേയിലും രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുർബാന, അതിൻ്റോട് അനുബന്ധിച്ച് 10-10:30 ആകുമ്പോഴത്തേക്ക് ധ്യാനം തുടങ്ങുന്നത്. ഈ 2 മണി വരെ ഉണ്ട് കേട്ടോ ധ്യാനം എന്ന് പറയുന്നത്. അച്ഛൻ്റെ പ്രാർത്ഥന ദിവസം കേൾക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് കയറുവാണ്. പള്ളിയിലേക്ക് കയറിയത് ഒന്നും പറയണ്ട, നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കൽക്കുരിശെന്ന് പറയുന്നൊരു നേർച്ചയാണ്. നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ വെളിച്ചെണ്ണ കിട്ടും കേട്ടോ, ഓയിൽ. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അതിൽ കൂടി ഒഴിക്കുക. അത് നേർച്ചയാണ്, ഇവിടുത്തെ വലിയൊരു നേർച്ച തന്നെയാണ്. ഇത്രയും തിരക്ക് സത്യം പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഏതായാലും വന്ന് കാണാനും എല്ലാം കണ്ടറിഞ്ഞു പോകാനും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നി. നിയോഗങ്ങളെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എന്തായാലും പള്ളിക്കകത്ത് വയ്ക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുറത്തായിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ കുഞ്ഞ് അങ്ങനെ അത്ര നേരം ഇരിക്കത്തൊന്നുമില്ല. അപ്പോൾ അവൾ അതിൽ കൂടി ഇങ്ങനെ ഓടി നടന്നേയും അവളുടെ പുറകെ ഇങ്ങനെ ഓടി നടക്കലായിരുന്നു എൻ്റെ പകുതി പണി. അപ്പം വന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ കയറിയപ്പോഴാണ് അവിടെ നല്ല രസമായിട്ട്, നല്ല സ്ഥലത്താണ് ശരിക്കും പറഞ്ഞ് ഈ ഒരു ധ്യാന കേന്ദ്രം ഇരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി എന്ത് രസമാണെന്നറിയാം കാണാൻ. അപ്പം തൊട്ടടുത്ത് ഇങ്ങോട്ട് നമ്മൾ കയറി പോകുന്ന വഴിക്ക് ഒരു ചായക്കടയുണ്ട് കേട്ടോ. ഇവിടുത്തെ പള്ളിക്കാർ തന്നെ നടത്തുന്നതാണ്. അപ്പോൾ അവിടുത്തെ തന്നെയാണ്. കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കാലുകൾ വഴുതിപ്പോകാൻ സ്വർഗത്തിലെ ദൈവം. അങ്ങനെ ധ്യാനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് നേർച്ച കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ചെറിയ ചാപ്പൽ പോലെ ഉണ്ട്, അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ ഇച്ചാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് നേരത്തെ പോയി ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അങ്ങനെ അച്ഛനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് വന്ന് ചെന്നപ്പോൾ അച്ഛനെ കാണാൻ പറ്റുന്ന നീണ്ട ക്യൂ, എനിക്ക് തോന്നുന്നൊരു 3-3.5 മണിക്കൂർ എടുക്കുക നീണ്ട ക്യൂ തീരണമെങ്കിൽ. അതുകൊണ്ട് ഞങ്ങളത് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ചെറിയൊരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. കഴിച്ചാൽ കരിമ്പൻ ജ്യൂസ്, ഞാൻ മുസംബി, ഓറഞ്ച് അങ്ങനെ തോന്നുന്നു കഴിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചെല്ലാം ഞങ്ങൾ പോവാണ്. പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് ഒരാളിങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ വഴിക്ക് വേണ്ടി പോകും. പക്ഷേ അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഇങ്ങനെ നിൽക്കാം. പിന്നെ ജസ്റ്റ് ആ പാറപ്പുറത്ത് കയറി മേളിൽ നല്ല വ്യൂ ആണ്, ഫുള്ള് വയനാട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പം ജസ്റ്റ് അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് പോകുന്നു. ഞങ്ങൾ ആ പാറപ്പുറത്ത് കയറി നിന്നപ്പോൾ കണ്ട വ്യൂ കേട്ടോ ഇങ്ങളി കാണും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ഇത് കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഹോട്ടലിലേക്കായിരുന്നു. സഫ്രോൺ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ വന്നത്. നല്ല അടിപൊളി വലിയ ഹോട്ടൽ തന്നെ ആയിരുന്നു കേട്ടോ. വലിയ തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് വന്നത്. റൂം അടിപൊളി റൂമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, കുഞ്ഞിന് ഓടി നടക്കാനുള്ള സ്ഥലം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ റൂമിലൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരാൾക്കുള്ള ടീ പറഞ്ഞാൽ അവർ 2 പേർക്കുള്ള ടീ ആണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പം ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പീച്ചാന് വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതെടുത്ത് കുടിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി റൂഫ് ടോപ്പിലേക്കാണ്. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇത്ര സമയം വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ സംഭവം ഒന്നും അറിയാത്തതുകൊണ്ട് ഇച്ചാന് സ്വിം ചെയ്യാൻ അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ അതിൽ കുറേ നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ നടന്നത്. ഞങ്ങളത് കാഴ്ചകളൊക്കെ കണ്ടവിടെ നിന്ന് കുറച്ചായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കാണാൻ.
ശരിക്കും പറഞ്ഞാൽ വന്നു കഴിഞ്ഞ് ക്ഷീണം കാരണം ഞങ്ങൾ നേരത്തെ കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രിയിലെ വീഡിയോ പിന്നെ ഫുഡ് കഴിച്ചോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നേരം വെളുത്ത് എഴുന്നേറ്റ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമുക്ക് ഫുഡെന്ന് പറയാനാണ് ഇഡ്ഡലി, ദോശ, പുട്ട് അങ്ങനത്തെ ടൈപ്പ് നമ്മൾ സാധാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി പോകുന്നത് റിസോർട്ടിലേക്കാണ്. അപ്പോൾ റിസോർട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.